ജനവാസ മേഖലയിലെ ബോക്സൈറ്റ് ഖനനം സിപിഐഎം കാടകം ലോക്കൽ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനവാസ മേഖലയിലെ ബോക്സൈറ്റ് ഖനന നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം കാടകം ലോക്കൽ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ഖനനത്തിന് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്നും എന്നാൽ തുടർ നടപടി തടയണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി പാർട്ടി പ്രവർത്തകർ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അമൂല്യമായിട്ടുള്ള ബോക്സൈറ്റ് നിക്ഷേപമുണ്ട്. ആ ബോക്സൈറ്റ് നിക്ഷേപം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അത് കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള സർവേയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു സ്വാഭാവികമായി നാട്ടുകാരുടെ ആശങ്കയുണ്ടാകും. ആ ആശങ്കയുടെ ഭാഗമായി നാട്ടുകാർ കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഖനനം നടത്തിയാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതം എന്ന് ഈ അധികാരികളോട് നാട്ടിലെ ജനങ്ങളാകെ സംശയം ഉന്നയിച്ചപ്പോ നിങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും, ഇതിന്റെ ഭാഗമായി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളില്ല എന്ന നിലയിലേക്കൊക്കെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ സർവേ അവരെടുത്തത്. ഏതായാലും അന്ന് തന്നെ സിപിഎമ്മും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ജനങ്ങളുമെല്ലാം ഈ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു, ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില നിവേദനങ്ങളും അധികാരികൾക്ക് നിവേദനങ്ങളും അതേപോലെ തന്നെ ചില പത്രവാർത്തകളും ഒക്കെ തന്നെ നേരത്തെ നമ്മൾ കൊടുത്തതാണ്. എന്നാൽ ജനങ്ങളെ ആകെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പത്രപരസ്യം വരികയാണ്. ഇതുമായി ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള ചില നോട്ടീസുകൾ പത്രത്തിൽ വരാനിടയുണ്ട്. ഇത് കണ്ടപ്പോൾ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉളവാക്കുന്നതിലേക്ക് ജനങ്ങൾ ഭീതിയോടെയാണ് ഈ ഖനനത്തെ നോക്കിക്കാണുന്നത്. എം വിജയകുമാർ, എസ് ആർ സത്യാവതി, സി കെ വിജയകുമാർ, മോഹനൻ കാടകം, കെ പി സുലജ, കെ വി നവീൻ, കെ ശങ്കരൻ, കെ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.